ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഈ സിനിമ ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് വൈകുന്നേരം വീട്ടിലേക്ക് അരി പഞ്ചസാര മണ്ണെണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയാനാണെങ്കിൽ സംവിധായകന്റെ ഭാര്യയാണ്, മാധ്യമപ്രവർത്തകയാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം, അതുവരെയും കുറച്ച് ദിവസം മിസ് ചെയ്യും. അല്ല, അതെ, അതെന്തായാലും വിടണം. എന്നാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത്, റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുക? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടൊവി ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ? അല്ല, ഇതിൽ ആദ്യം തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇതൊരു ടൊവിനോ സിനിമയാണ്. ടൊവിനെയാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ഇത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ കവർ, ഇപ്പം അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പോലും പുറത്ത് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ ഇത് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 14-15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തും എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും, ഇപ്പം നേരത്തെ പറഞ്ഞ 2003 ജനിച്ച ഒരാൾക്ക്, ഇപ്പോൾ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൂടി എൻ്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം.